ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മാജിക് മസാലയിലേക്ക് സ്വാഗതം. ഇന്ന് ഇടിയപ്പത്തിൻ്റെയും വെള്ളയപ്പത്തിൻ്റെയും അതുപോലെ തന്നെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സോയാബീനും മുട്ടയും വെച്ചിട്ടുള്ള റോസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് 3 കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. നമുക്കൊന്നും പുഴുങ്ങിയെടുക്കാം. ഇതിലേക്ക് കല്ലുപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സ്റ്റൗ ഓൺ ചെയ്ത് വെച്ച് കൊടുക്കുക. ഇനി വേണ്ടത് സോയാബീനാണ്. 250 ml കപ്പിൽ 2 കപ്പ് സോയാബീനാണ് എടുക്കുന്നത്. ഇനി നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്കുള്ള അരപ്പൊന്ന് റെഡിയാക്കി എടുക്കണം. നമ്മളിത് കുക്കറിലാണ് റെഡിയാക്കി എടുക്കുന്നത്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു 10-12 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. ഇനി ഒരു 2 ഇഞ്ച് വലിപ്പത്തിലുള്ള ഒരു പീസ് ഇഞ്ചിയാണ്, അത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. മുഴുവനായിട്ടുള്ള കുരുമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. 1.5 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം കുരുമുളക് പൊടിയാണെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വലിയ ജീരകം അല്ലെങ്കിൽ പെരുംജീരകമാണ് എടുത്തിട്ടുള്ളത്. 1/2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. 3 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയും ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അധികം പേസ്റ്റ് പരുവത്തിലൊന്നും അരച്ചെടുക്കണ്ട, നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അതായത് നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് എടുത്തിരിക്കുന്നത്. ഒട്ടും തന്നെ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. നമ്മുടെ സോയാബീനിലേക്കുള്ള മസാലക്കൂട്ട് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ എഗ്ഗ് ഇവിടെ നന്നായിട്ട് പുഴുങ്ങി എടുത്തിട്ടുണ്ട്. ഈ കുക്കറിലേക്ക് നമുക്ക് സോയാബീൻ നന്നായിട്ടൊന്ന് കഴുകി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് സവാളയാണ്. 2 മീഡിയം സവാള നൈസായിട്ട് അരിഞ്ഞെടുത്തതാണ്, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി 2 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കാശ്മീരി ചില്ലി പൗഡർ ആണ് 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളിതിൽ മുളക് പൊടി, എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നില്ല. നമ്മൾ കുരുമുളകിന്റെയും പച്ചമുളകിന്റെയും എരിവാണ് ഇതിനുള്ളത്. ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കാശ്മീരി ചില്ലി പൗഡർ 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കല്ലുപ്പ് ഇട്ട് കൊടുക്കാം. ഈ പുഴുങ്ങി വെച്ചിരിക്കുന്ന എഗ്ഗ് തൊണ്ട് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഗരം മസാലയാണ്. ഒരു 3/4 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. ഈ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് വേവിക്കാനായിട്ട് നമുക്കിതിലേക്ക് വെള്ളമല്ല ഒഴിച്ചു കൊടുക്കുന്നത്, തേങ്ങാപ്പാലാണ്. ഇത് തേങ്ങയുടെ 1-ാം പാല് മാത്രമല്ല, 1-ാം പാലും 2-ാം പാലും കൂടി മിക്സ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. 1.5 കപ്പാണ് ഒഴിച്ചു കൊടുക്കുന്നത് 250 ml കപ്പില്. ഇത്രയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ ഈ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നതിന് പകരം തേങ്ങാപ്പാൽ ഒഴിക്കാനായിട്ട് താല്പര്യമില്ലെങ്കിൽ ഇതിന് പകരം വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി. അങ്ങനെ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതിൽ നമ്മൾ കുക്കറിലേക്ക് 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഇതിൽ തേങ്ങാപ്പാലാണ് ചേർത്തിരിക്കുന്നത്. ഇതിൽ വേറെ ഓയിലൊന്നും ചേർക്കുന്നില്ല. ഓയിലൊന്നും ചേർക്കാത്ത റോസ്റ്റാണിത്. കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് കുക്കർ അടച്ച് വെച്ച് സ്റ്റവ് ഓൺ ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് ഒരു 6 മിനിറ്റ് കുക്ക് ചെയ്യാം. 6 മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇതിൻ്റെ സ്റ്റീം എല്ലാം പോയിട്ട് വേണം തുറക്കാനായിട്ട്. ഇപ്പോൾ 6 മിനിറ്റിന് ശേഷം കുക്കർ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്റ്റീം എല്ലാം പോയിട്ടുണ്ട്. തുറന്നപ്പോൾ കണ്ടില്ലേ, കറക്റ്റ് പാകത്തിന് സോയാബീൻ എല്ലാം കുക്കായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സവാളയും തക്കാളിയും എല്ലാം നന്നായിട്ട് വഴന്ന് നല്ലൊരു റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്.
ഇതിലെ ഗ്രേവി എല്ലാം കറക്റ്റ് പാകത്തിനാണുള്ളത്. ഇത് അധികം ലൂസായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതിനേക്കാളും നല്ലത് ഇതുപോലെ റോസ്റ്റ് പരുവത്തിലാക്കിയെടുക്കുന്നതാണ്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റി കൊടുക്കാം. ഇതിൽ ഉപ്പും എരിവെല്ലാം കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾ കുരുമുളകൊക്കെ എടുക്കുമ്പോൾ എരിവിനനുസരിച്ചിട്ട് എടുക്കുക. ചില മുളകിന് എരിവ് കൂടുതൽ കുറവൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇതെല്ലാതും കറക്റ്റ് ആണ്. എരിവൊക്കെ കുറച്ചൊരു സ്പൈസി ആയിട്ടുള്ള റോസ്റ്റാണ്. ഇത് ഇടിയപ്പത്തിൻ്റെയും വെള്ളയപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. സോയാബീനെല്ലാം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഒട്ടും ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. താങ്ക് യു.